ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവത്തെ ദൈവമായി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതശൈലി എന്തായിരിക്കും? ഈ ഞായറാഴ്ച, ആണ്ടുവട്ടത്തിലെ 13-ാം ഞായറാഴ്ചയിലെ ദിവ്യബലി മധ്യേയുള്ള വിശുദ്ധ ഗ്രന്ഥ വായനകൾ വളരെ സുന്ദരമായി ഈ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. 9-ാം അധ്യായം 35 മുതൽ 10-ാം അധ്യായം 42 വരെയുള്ള വാക്യങ്ങൾ മുഴുവനും ശിഷ്യന്മാരെ നിയോഗിച്ച് അയക്കുന്ന ഭാഗമാണല്ലോ. 2 പേരായി. അവിടെ വ്യക്തമായി നമുക്ക് കാണാം, ആരെങ്കിലും എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിച്ചാൽ അവൻ എനിക്ക് യോഗ്യനല്ല. എന്നെക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്താണ് ഈശോ ഇതിലൂടെ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമാണ്. 10 കൽപ്പനകളിൽ ആദ്യത്തേതു തന്നെ, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടായിരിക്കരുത്. ഈശോ തൻ്റെ തന്നെ ദൈവത്വത്തെ വളരെ വ്യക്തമായി ശിഷ്യന്മാരോട് വാക്കുകളിലൂടെ പറയുന്ന ഒരു ഭാഗമാണിത്. ഇനി അത്തരത്തിൽ ദൈവത്തെ ഒന്നാം സ്ഥാനത്ത്, ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകി ജീവിക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? 1, സ്വന്തം കുരിശു വഹിക്കാൻ അവർ സന്നദ്ധരായിരിക്കും. അതിൻ്റെ അർത്ഥം, ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ, ക്ലേശങ്ങൾ, പ്രശ്നങ്ങൾ, സഹനങ്ങൾ അതെല്ലാം ചങ്കൂറ്റത്തോടെ നേരിട്ട് ക്രിസ്തുവിന് പിന്നാലെ കുരിശും വഹിച്ച്, സ്വന്തം കുരിശും വഹിച്ച് പോകാൻ അവർക്ക് സാധിക്കും. 2, ഈശോ വ്യക്തമായി പറയുകയാണ്, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അതിൻ്റെ അർത്ഥം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി, ദൈവവേലയ്ക്കായി സ്വയം ഒഴിഞ്ഞു വച്ചിട്ടുള്ളവർ, അവരെ പിന്താങ്ങുന്നവരെ, അവരെ ബലപ്പെടുത്തുന്നവരെ, അവരുടെ കൂടെ നിൽക്കുന്നവർ, അവർക്ക് വലിയ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ്. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. 1-ാം വായനയിൽ ഒരു പ്രവാചകനെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ച ആ കുടുംബത്തെ നമ്മൾ കാണുന്നു. ശൂനേംകാരി സ്ത്രീ ഭർത്താവിനോട് പറയുകയാണ്, നമ്മുടെ വീടിൻ്റെ മട്ടുപ്പാവിൽ ആ ദൈവപുരുഷന്, വെറും പുരുഷനല്ല, ദൈവപുരുഷന് അല്പം ഇടം കൊടുക്കാം. ഇനി അതുമാത്രമല്ല, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താൽ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്നാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെത്തുമ്പോൾ, ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, ഞാൻ വിശക്കുന്നവനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു. നോക്കൂ, ദൈവത്തെ ആരാധിക്കുന്നവർക്ക് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റാനാവും, ദൈവിക വേലയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനാവും, ഒപ്പം ദൈവത്തിൻ്റെ പ്രതീകങ്ങളായി സഹിക്കുന്നവരെ കണ്ട് അവരോട് ചേർന്ന് നിൽക്കാനാവും. നമുക്കും അത് കഴിയട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.